പ്രണവ് തോർ, നിവിൻ ഹൾക്ക്, നീരജ് സ്പൈഡർമാൻ. നമ്മളാരാ? ഞാൻ രാമൻ. ഓ രാംജി. ഇത് എന്റെ അനിയൻ ലക്ഷ്മൺ. ഓ ലക്ഷ്മൺ ജി. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാല്, നീരജ് മാധവ്, അജു വർഗീസ്. ലങ്കാദഹനം ബാലെ കളറായിട്ടുണ്ടല്ലോ. ഞാൻ നോക്കുമ്പോ ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അവഞ്ചേഴ്സ് ആണ് ഈ പടം. ബേസിക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു അത് അവഞ്ചേഴ്സ്, ഇത് അവിഞ്ഞഞ്ചേഴ്സ്. സാധാരണ അവഞ്ചേഴ്സിൽ നായകൻ അയൺമാൻ ആണല്ലോ. ഇവൻ സൈഡ് റോൾ ചെയ്യാമെന്ന് ഇവൻ അയൺമാൻ. നീ ആരായിരുന്നു? ക്യാപ്റ്റൻ അമേരിക്ക. വിനീതേട്ടൻ എപ്പോഴും ഹൃദയത്തിൽ നിന്നാണ് സിനിമ ചെയ്യുക. ചിലപ്പോ ഇവിടെ നിന്ന് വന്ന് പിന്നെ ഇവിടെ നിന്ന് വരുമായിരിക്കും. നീ ഒരു കാലത്ത് തന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? വന്ന് ഞാൻ അപ്പൂന്റെ അവസ്ഥ എന്താവും? ഞാനും ട്രാവൽ ചെയ്യുന്ന ആളാണ്. നീ എങ്ങോട്ടാ? സെറ്റിൽ നിന്ന് സെറ്റിലേക്ക്. എന്നോടല്ലേ ചോദിച്ചു. അച്ഛന്റെ കൈ പണ്ട് കൂത്തുറമ്പ് സ്റ്റാൻഡിൽ നിന്ന് ഒരാള് നോക്കിയിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കലാരംഗത്ത് വരും, 3 കാര്യങ്ങൾ ചെയ്യും. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. കഴിവുള്ള 2 മക്കളുണ്ടാവും. ഉറങ്ങില്ല. അതിൽ ഒരുത്തനൊരു മണ്ടനായിരിക്കും. അതാണ് 3 കാര്യം. അവനൊരു ബുദ്ധിമാനായ കൂട്ടുകാരനുണ്ടാവും. ഏതൊരു സൈഡിൽ നോക്കിയപ്പോ അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇവൻ കയറി വരുന്നത്. വല്ലാതെ ഓർക്കുന്നു. അപ്പൊ ആ ഇമോഷൻ ഒക്കെ കട്ടായി. എല്ലാ കഥയുടെ അവസാനം എന്നെ എന്തിനാണ് എനിക്ക് ഇതിന്റെ അകത്ത് ഭയങ്കരമായിട്ട് ഇപ്പൊ ധ്യാനൊക്കെ ചെയ്യുന്ന പോലത്തെ അത്ര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയോ അങ്ങനത്തെ സീനുകളൊന്നും ആയിരുന്നില്ല ഇതിൽ. ഏറ്റവും കൂടുതൽ കൊടുത്തൊരു കാര്യമില്ല. ഞാൻ നിന്നെ ചലഞ്ചിങ് എന്ന് പറഞ്ഞു. ഒരാൾക്ക് പ്രാണവേദനയും ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. കാരണം അപ്പൊ സ്റ്റാറായി നിൽക്കുന്ന ബേസിൽ ജോസഫ് ഒക്കെ ഉണ്ട് ഇവിടെ. എന്നിട്ട് പോലും അവനൊന്നും ഇല്ലാതെ എന്നെ വിളിക്കണമെങ്കിൽ എന്നില്ല നടനെ. നീ അത്ഭുതമൊന്നുമില്ല. ഇവനിത് പ്രതീക്ഷിച്ചിരിക്കുക. ചേട്ടൻ ഒരു പടം ചെയ്തിട്ടാണ് എനിക്കൊന്ന് കയറി പോവാനുള്ള. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? അങ്ങനെയായിരുന്നു ഏറെക്കുറെ. വിനീതേട്ടൻ അവസാനം കാല് വേണം, ഞാൻ ഈ പടം ഒന്ന് തീർത്തോട്ടടാ. എടാ പായ, ഒരു റൂട്ട് പറഞ്ഞ നിന്നെ തന്നെ ചാമ്പുക. 5 പേര് എന്നുള്ളതില് മെയിൻ ആയിട്ടുള്ള 3 ആൾക്കാരെ എനിക്ക് വയ്യ. എനിക്ക് അപ്പവും ധ്യാനും നിവിനുമായിരുന്നു. അവര് 3 പേരെയും കിട്ടിയപ്പോൾ